ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. റിതേഷ് ദേശ്മുഖ്, ജനീലിയ, സഞ്ജയ് ദത്ത്, അഭിഷേക് ബച്ചൻ, സൽമാൻ ഖാൻ, വിദ്യാ ബാലൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ് രാജശിവാജി. റിതേഷ് ദേശ്മുഖ് തന്നെയാണ് ഈ സിനിമ സംവിധാനവും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുവെക്കാം. ഒരു പുരാണ സിനിമ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ സിനിമ തന്നെയാണ്. സിനിമയുടെ പേര് നമുക്കറിയാലോ, രാജാ ശിവാജി എന്ന്. അപ്പോൾ നമുക്കത് കണ്ടുവെക്കാം. വാ. ജിയോ സ്റ്റുഡിയോസ്. മുഗൾ एम्बरेस अदाയിരിക്കും मुंबई फिल्म कंपनी. शिवबा त्यासाठी स्वराज्य लागतं. आणि स्वराज्यासाठी काय लागतं? विद्रोह. मगरूर हुकमांना कळू द्या. ओ मराठे मातीत एंट्री उള്ള ते मातीत पेरले. ജനീലിയുടെ ഭർത്താവാണ്. പുള്ളിയാണ് ശിവാജി പടത്തിൽ. ജനീലിയ. അപ്പൊ നായികയും ജനീലിയ ആയിരിക്കും. അതെ. അതായത് ഈ സിനിമയുടെ സംവിധായകനും നായകനും ഒന്നാണ്, റിതേഷ് ദേശ്മുഖ് ആണ്. ജനീലയുടെ ഭർത്താവ് കൂടെയാണ് റിതേഷ് ദേശ്മുഖ്. അങ്ങനെ ഇതില് നായികയായിട്ട് ദേശ്മുഖിന് ജനീല തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു തുടക്കത്തിൽ കണ്ട ഒരു പത്മാവത് സിനിമയുടെ ഫീലൊക്കെ തോന്നുന്നുണ്ട്. അതിനും അതുപോലെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളും ആ ഒരു ദീപങ്ങളും പത്മാവത് നിങ്ങൾക്കറിയാം, ദീപിക പടുകോണും രൺവീർ സിംഗും അഭിനയിച്ച് തള്ളിയൊരു സിനിമയാണ്. അലാവുദ്ദീൻ ഖിൽജി എന്ന് രൺവീർ സിംഗിന്റെ ഒരു ക്യാരക്ടറുണ്ട്. ഹമ്മേ ക്യാരക്ടറാണ്. ആൻഡ് ഷാഹിദ് കപൂറും ആ സിനിമയിലുണ്ട്. നിങ്ങൾ കാണുന്ന സൂപ്പർ സിനിമയാണ്. അതിൽ ഫുൾ ഡോമിനേഷനാണ് അലാവുദ്ദീൻ ഖിൽജി ആയിട്ട് രൺവീർ സിംഗ് ചെയ്യുന്നത്. പത്മാവതായിട്ട് ദീപിക പടുകോണും വേറെ ലെവലാണ്. ഷാഹിദ് കപൂറും ആൾസോ സൂപ്പർ ആയിരുന്നു. ആ ഒരു മെത്തേഡുള്ള ഒരു സിനിമയെ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ആ ഇമോഷൻസ് വരും. പക്ഷെ കൊള്ളാം കേട്ടോ, ഫ്രെയിംസ് ഒക്കെ കൊള്ളാം. വിദ്യാസാഗർ, अभिषेक बच्चन. हाथ में लाठी और तेवर तलवार की. लाठी से धर्म बचाओगे. धर्म की रक्षा ही शंभू का धर्म है. ഫൈറ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയും ഉണ്ട്. എല്ലാ ആൾക്കാരും ഉണ്ട്. ആനയും തമ്മിലില്ല. अगर तराजू में एक तरफ अफजल हो तो സഞ്ജയ് दुनिया के सारे सुरमा हो. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ ഒരു 1 സ്റ്റാർ സ്റ്റാൻഡേർഡ് കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. ഇതിൽ സൽമാൻ ഖാനും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ആൻഡ് സഞ്ജയ് ദത്ത് ഉണ്ട്, അഭിഷേക് ബച്ചൻ ഉണ്ട്. അഭിഷേക് ബച്ചനിൽ എനിക്ക് തോന്നുന്നു കുറേ നാളത്തെ സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് വീണ്ടും ആ ഒരു തിരനിരയിലേക്ക് വരുന്നത്. ഇനി ഷാറുഖ് ഖാന്റെ കിങ് എന്ന സിനിമയിലും അഭിഷേക് ബച്ചൻ ഉണ്ടെന്നുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രെയിലർ ലുക്സ് പ്രൊമിസിങ്. നല്ല ഫ്രെയിം, നല്ല ക്വാളിറ്റി, ആൻഡ് എല്ലാവരും ഡബിങ്ങും കൊള്ളാം. എല്ലാവരുടെ ഒരു ആ റോളൊക്കെ ഒരു പക്ക എന്തോ ഒരു ഫ്രഷ് ഫീൽ പോലെ കാണിക്കുന്നുണ്ടല്ലേ. ഒരു 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 ബോറടി തോന്നുന്നില്ല എനിക്ക്. ആ ഒരു ചെയ്യുന്ന ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോ. किसका पलड़ा भारी तो पूरी कायनात से एक ही आवाज आई. अफजल. അഫ്സൽ അജയ് അതുലാണ് സംഗീതം. की तरह बेड़ियों में घसीट के लाना है या अल्लाह के पास पहुंचाना. സന്തോഷ് ശിവനാണ് കേട്ടോ ഛായാഗ്രഹണം. ചുമ്മാതല്ല. कधी मुघल कधी आदिलशाही या सगळ्या पातशाहींच्या छाताडावर पाय रोवून हिंदवी स्वराज्याचं स्वप्न पाहतोय आम्ही. आई भवानीच्या नावानं. मदर गॉड. तर निस्ता आमच्याच कोंडाड्यात दिवा लागल. पण पुढं तू जर जगलास ना, मराठ्यांच्या झोपड्यांमध्ये बी दिवाळी साजरी होईल. ജ്യോതിഷ് ദേശ്പാണ്ഡെ. जिंदा या मुर्दा. ഗൈസ്, കണ്ടിട്ട് സഞ്ജയ് ദത്ത് ആയിരിക്കും വില്ലൻ എന്നാണ് തോന്നുന്നത്. ആൻഡ് അഭിഷേക് ബച്ചൻ വില്ലൻ സൈഡിലായിരുന്നു. പിന്നെ റിതേഷ് ദേശ്മുഖിന്റെ, അതായത് ഈ ശിവാജിന്റെ ഒപ്പം ചേരുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ ആസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്ന ഒരു കഥ തന്നെ ആയിരിക്കും. അതായത് രാജാവിന്റെ കഥ, അതുമായിട്ടുള്ള സമ്പ്രദായങ്ങൾ, അതുമായിട്ടുള്ള യുദ്ധങ്ങൾ, പിണക്കങ്ങൾ, കുത്തിത്തിരിപ്പുകൾ, ചതി, വഞ്ചന, ഇതും കാര്യങ്ങളൊക്കെ. പിന്നെ അത് ചെയ്യുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന എഫേർട്ട് അനുസരിച്ചായിരിക്കും ഇത് കണ്ടിട്ട് ആ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സന്ദേശ് ശിവനാണ് ഛായാഗ്രഹണം കൂടെ ആയതുകൊണ്ട് ആയിരിക്കും നമുക്ക് ആ ഒരു തോന്നുന്ന ഒരു ഫ്രഷ് ഫീലും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി ഉറുമിയൊക്കെ ചെയ്തൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. സൂപ്പറായിട്ടാണ് റിതേഷ് ദേശ്മുഖാണ് സംവിധാനം ചെയ്യുന്നത്. പുള്ളി അതിലും കഴിവുണ്ട്. നടനാകുന്നു, സംവിധായകനാകുന്നു.
ഓ കിട്ടില്ല ട്രെയിലർ കേട്ടാ. मस्तक पाहिजे शिल्पा. അഫ്സൽ ഹെഡ്, അഫ്സലിന്റെ തല കൊണ്ടുക. രാജ ഛത്രപതി ശിവാജിയായിരുന്നു. ഇത് തന്നെ हे हिंदवी स्वराज्य व्हावे ही तर श्रींची इच्छा. ഓ ഹര ഹർ മഹാദേവ്. കിട്ടില്ല ട്രെയിലർ ഏട്ടാ, ഒന്നും പറയാനില്ല. ഹൃദേശ് ദേശ്മുഖ് പൊളിച്ചിട്ടുണ്ട്. ആൻഡ് ട്രെയിലറിൽ വന്ന എല്ലാവരും സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ജനീല ആയിക്കോട്ടെ, വിദ്യാ ബാലൻ ആയിക്കോട്ടെ, സഞ്ജയ് ദത്ത് ആയിക്കോട്ടെ, ആൻഡ് അഭിഷേക് ബച്ചൻ ആയിക്കോട്ടെ. പക്ഷേ സൽമാൻ ഖാനും സിനിമയിലുണ്ടെന്നുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് അതിനിപ്പോൾ സസ്പെൻസ് ആയിട്ട് സിനിമയിലേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണോ എന്ന് ഇനി കണ്ടു തന്നെ അറിയണം. ആൻഡ് ഹൃദേശ് ദേശ്മുഖ് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും നന്നായിട്ടൊക്കെ ട്രെയിലർ അല്ലെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിക്കും. ആൻഡ് പുള്ളി തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ആൻഡ് ഛായാഗ്രഹണം സന്തോഷ് ശിവനാണ്. പിന്നെ പറയാണ്ടല്ലോ, അത് അത്രയ്ക്കും സൂപ്പറായിട്ട് വന്നോളൂ. അത് കാണുന്നുണ്ട്. ആ ഒരു സ്പെഷ്യൽ ക്വാളിറ്റിയിൽ, ആ ഒരു ഫ്രെയിം വിഷ്വൽ റിച്ച്നെസ്സിൽ ആ ഒരു കണ്ടന്റ് സൂപ്പർവൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീലും ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൃദേശ് ദേശ്മുഖ് നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. ആൻഡ് അഭിഷേക് ബച്ചന് നല്ല റോളെന്ന് തന്നെയാണ് തോന്നുന്നത്. സഞ്ജയ് ദത്തിന് നല്ല വില്ലൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ആ ഫൈറ്റും കാര്യങ്ങളും, അത് എംപയർ ബിൽഡിങ്ങും ആ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഒരു പഴയ ആ ഒരു കാണുന്ന പോലെ അതൊരു റിച്ച് ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ജനീലിയ വിദ്യാ ബാലൻ്റെ ആ ഡ്രസ്സിങ് ഇതായാലും ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അത്ര സൂപ്പറായിട്ട് തന്നെ ചെയ്യും. 3.5 മിനിറ്റോളം ട്രെയിലറാണ്. ഒരു രീതിയിലും ബോറടിപ്പിച്ചിട്ടില്ല. സൂപ്പറായിട്ട് തന്നെ ട്രെയിലർ മേക്ക് ചെയ്തിട്ടുണ്ട്. കിട്ടില്ലനായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. ആൻഡ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഹൃദേശ് ദേശ്മുഖൊക്കെ ഇത്രയും ചെയ്യുമെന്ന്. ആൻഡ് ആ ഫൈറ്റൊക്കെ എല്ലാം സൂപ്പർ. ആൻഡ് എൻട്രി സൂപ്പറാണ്, ഫൈറ്റ് സൂപ്പറാണ്, അവിടെ കാണിക്കുക പ്ലേസസ് സൂപ്പറാണ്, അവിടുത്തെ സ്ഥലങ്ങൾ സൂപ്പറാണ്. ആ ഒരു തീ വരുന്നത്, ആനയും തമ്മിൽ ഇടി വയ്ക്കുന്നത്, ആ വെള്ളം സ്റ്റെപ്പ് വഴി വരുന്ന എല്ലാം കിട്ടില്ല സീന്. പടം എനിക്ക് തോന്നുന്നു ഛായാഗ്രഹണത്തിൽ സന്തോഷം തൂക്കുമെന്നാണ് തോന്നുന്നില്ല. കാരണം ഈ പ്രത്യേകിച്ച് ഈ രാജാവിൻ്റെ പടങ്ങൾ അല്ലെങ്കിൽ രാജപുരാണം ഇതേപോലത്തെ സിനിമകൾ കാണാൻ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്താ പറയുക, ആ സംഭവത്തെ ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കാണിച്ചു തരികയാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നു, അത് നമുക്ക് കാണും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ, ഒരു ആൻറ്റിസിപ്പേഷൻ, ഒരു എക്സൈറ്റിങ് നമുക്കുണ്ടാവും. അത് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് ഇത് കണ്ടപ്പോഴും തോന്നിയത്. ആൻഡ് രാജാ ശിവാജി മറാത്തി ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. ഹൃദേശ് ദേശ്മുഖ് സംവിധാനവും നായകനുമായിട്ട് മിന്നിച്ചിട്ടുണ്ട്. സിനിമയും മുഴുനീളവും ഇത് നല്ല രീതിക്ക് പോകാൻ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൂടാതെ തന്നെ സഞ്ജയ് ദത്തും ആൻഡ് സൽമാൻ ഖാന്റെ റോൾ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഗൈസ്. ഞാൻ ഇവിടെ ഒരു കേട്ട റൂമറാണ് ഗൈസ്. സൽമാൻ ഖാൻ ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. ബട്ട് ബിറ്റ്വീൻ ദ ട്രെയിലർ വാസ് ഓസം.